മേനെ പ്യാർ കിയ. എന്തിന് പ്യാർ ചെയ്തു? എങ്ങനെയൊക്കെയൊക്കെയോ തുടങ്ങി, എന്തൊക്കെയൊക്കെയോ കാണിച്ച് പടം അവസാനിക്കുകയും ചെയ്തു. എനിക്ക് വർക്കൗട്ട് ചെയ്ത കുറച്ച് സംഭവങ്ങളാണ്. ഇതിലെ കോമഡീസ് കുറച്ച് വർക്കൗട്ട് ചെയ്തു. പിന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളായിരുന്നു. സൗണ്ടിങ് കിടിലനായതുകൊണ്ട് ആ ഒരു സ്കോറിങ് കേൾക്കാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രണയം അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്ത്. സെക്കൻഡ് ഹാഫിൽ ഫുൾ ഓൺ ആക്ഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് എങ്ങനെയും പെട്ടെന്ന് ഓടിച്ചോടിച്ച് തീർക്കുമായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിൽ അതും കണക്ട് ആവില്ല. ഒരു പഴഞ്ചൻ കഥ, ഒരു പഴഞ്ചൻ സ്ക്രിപ്റ്റ്, ഒരു പഴയ രീതിയിലുള്ള ഡയറക്ഷൻ, അതാണ് ഈ സിനിമ. എഴുതിയിരിക്കുന്നത് ഫൈസൽ ഫാസിലുദ്ദീനും ബൽക്ക് ഫൈസലും കൂടെയാണ്. ഡയറക്ഷൻ ഈ ഫൈസൽ ഫാസിലുദ്ദീൻ തന്നെയാണ്. ഈ പഴഞ്ചൻ സ്ക്രിപ്റ്റ്, പഴഞ്ചൻ ഡയറക്ഷൻ ആണെന്ന് പറയാനുള്ള കാരണം, ഈ ഒരു സിനിമയിൽ ഒരു സീനില് നമ്മുടെ നടനും നടിയും കാറിനകത്ത് ഇരിക്കുകയാണ്. ആ കാർ നടൻ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു നിമിഷം ആ നടൻ കയറി നടിയുടെ കൈ ചെറുതായിട്ടൊന്ന് പിടിക്കും. ആ നിമിഷം കുറേ സദാചാരക്കാർ കൂടെ കൂടും. ഞാൻ വിചാരിക്കുന്നത് ഏത് കാലഘട്ടത്തെ കഥയാണെന്ന്. അങ്ങനെയൊക്കെ ആൾക്കാർ കൂടും എനിക്കറിയില്ല. 90 കാലഘട്ടത്തൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇങ്ങനത്തെ ഒരു സീൻ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ നടക്കാതിരിക്കാം. പക്ഷെ ഈ കാലഘട്ടത്തിൽ അതും ഫ്രണ്ട് സീറ്റിലും ബാക്ക് സീറ്റിലും എനിക്കത് ഓർക്കുമ്പോൾ എനിക്കറിയാം, എനിക്ക് ഒട്ടും തയ്ച്ചില്ല, എനിക്ക് ഒട്ടും വർക്കൗട്ട് ആയില്ല അത്. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ വേറെ രീതിയിൽ അത് കാണിക്കായിരുന്നു. നമ്മുടെ ഇഷ്ക് സിനിമയിൽ അല്ലെങ്കിൽ അങ്കിൾ സിനിമയിൽ കാണിച്ച പോലെ ആൾ താമസം ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ കൂടാം, ഇങ്ങനത്തെ വല്ല കൈ പിടിക്കുവാണെങ്കിൽ പോലും. പക്ഷെ ഇത് ഫ്രണ്ട് സീറ്റിലും ബാക്ക് സീറ്റിലും ഇരുന്ന് ഇങ്ങനെ നടു റോട്ടിൽ ഇങ്ങനെ ആൾക്കാർ കൂടുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും അത് ഒട്ടും ദഹിച്ചില്ല പേഴ്സണലി. പിന്നെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെ ഈ പ്രണയം, ഈ ഫാമിലി ഇഷ്യൂസ്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകും, തട്ടിക്കൂട്ടി ഇങ്ങനെയല്ലേ കണ്ടിരിക്കുക. പക്ഷെ ഈ ഒരു ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ പോലും സത്യം പറയാലോ, ഇതും ഒരു 10-15 വർഷം മുന്നേ കാണിച്ചായിരുന്നെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫും വർക്കൗട്ട് ആയേനെ. പക്ഷെ ഈ കാലഘട്ടത്തും ഇതൊന്നും ശരിയാവില്ല. കാലഘട്ടം മാറി എന്ന് ഞാൻ വീണ്ടും പറയുള്ളൂ. സെക്കൻഡ് ഹാഫ് പക്ഷെ ഗിയർ മൊത്തത്തിൽ മാറും. ഒരു ഫുൾ ഓൺ ആക്ഷൻ പടമായിട്ടാണ് കംപ്ലീറ്റ്ലി മാറുന്നത്. അതൊന്നും ഒട്ടും സഹിക്കില്ല. നമ്മൾ ഇഞ്ചിഞ്ചായിട്ടാണ് കൊല്ലുന്നത്. എസ്പെഷ്യലി ഈ പടത്തിന് അവസാനത്തെ 3/4 മണിക്കൂർ ആക്ഷൻ സീക്വൻസസ് ഒക്കെ അത്രയും വളരെ ബോറായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ സീക്വൻസ് പോലും എടുത്തു പറയാനുള്ളതല്ലേ ഈ പടത്തിൽ. ഫസ്റ്റ് ഹാഫിലെ സ്ക്രീൻ പ്ലേ ഒക്കെ എങ്ങനെയൊക്കെ മെനക്കി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫിൽ പക്ഷെ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, എന്തൊക്കെയൊക്കെയോ സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട്. റൈറ്ററും ഡയറക്ടറോട് എന്താലോചിച്ചിട്ടാണ് അത് എഴുതിയെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല. അത്രയും നമ്മളെ പേഷ്യൻസ് ഏറ്റവും അൾട്രാ ലെവൽ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സെക്കൻഡ് ഹാഫിന്റെ ഒരു സ്ക്രീൻ പ്ലേ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോ കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നമുക്ക് കണക്ട് ആവില്ല. അത്രയും അവിയല് പരുവത്തിലാണ് ആ സെക്കൻഡ് ഹാഫ് ആക്കി വെച്ചിരിക്കുന്നത്. എന്റെ ഫ്രണ്ട് സെക്കൻഡ് ഹാഫ് പറയായിരുന്നു നമുക്ക് ചായ കുടിച്ചിട്ട് വന്നാലോ എന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ചായ കുടിച്ചിട്ട് വന്നാൽ പോലും സ്ക്രീനിൽ എന്താ സംഭവിക്കണം നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ്. ഇപ്പോ അവർക്ക് ഫസ്റ്റ് ഹാഫിൽ ആ സെയിം ട്രാക്കിൽ തന്നെ വേറെ സപ്ലോട്ട്സ് ഒന്നും കേറ്റാണ്ട് തന്നെ ആ സെയിം മോഡിൽ പോയായിരുന്നെങ്കിൽ പിന്നെയും ഒക്കെയാണെന്ന് പറയായിരുന്നു. ഇത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് കംപ്ലീറ്റ്ലി എടുത്ത് വെച്ചിരിക്കുന്നത്. പെപ്പയുടെ ക്യാമിയോ ഒക്കെ ഉണ്ട്. സർപ്രൈസ് ഒന്നും അല്ല, അത് ആ ടീം തന്നെ സോഷ്യൽ മീഡിയ ഇട്ട കാര്യമാണ്. പക്ഷെ പെപ്പയുടെ ക്യാമിയോ പോലെ അവർക്ക് ഭയങ്കര നന്നായിട്ട് യൂസ് ചെയ്യായിരുന്നു ഇതൊക്കെ. പക്ഷെ അതൊക്കെ പെപ്പയുടെ ക്യാമിയോ ഒക്കെ ഒരു രീതിയിലും പഞ്ചില്ലാത്ത രീതിയിൽ, ഒരു എന്തിനു വേണ്ടി തിളക്കണ സാമ്പാർ എന്ന രീതിയിലാണ് പെപ്പയുടെ ക്യാമിയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സിനിമ കാണാൻ പോയ കാര്യം പ്രീതി മുകുന്ദനാണ്. പ്രീതി മുകുന്ദന്റെ ക്യാരക്ടർ വലിയ ഫ്ലഷ്ഡ് ആയിട്ട് അവർ എഴുതിയിട്ടില്ലെങ്കിൽ പോലും പ്രീതി മുകുന്ദൻ നന്നായിട്ട് വളരെ ഓണസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രീതി മുകുന്ദനെ കണ്ടിരിക്കാനും ഒരു പ്രത്യേക രസം തന്നെയാണ്. അതുകൊണ്ട് ഒരു വലിയൊരു സേവിങ് ഗ്രേസ് തന്നെയാണ് സിനിമയുടെ. പിന്നെ ഹൃതി ഹരുണാണ് നായകൻ. മുറ എന്ന സിനിമയിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായി. പിന്നെ ഓൾ വി ഇമാജിനസ് ലൈറ്റ്. പക്ഷെ ഈ ഒരു ഫൺ ആക്ഷൻ ക്യാരക്ടർ എന്തോ അധികം സെറ്റ് ആയില്ലെന്ന് എനിക്ക് തോന്നി. ആ സ്ക്രീൻ പ്രസൻസ് വൈസ് ആണെങ്കിലും ടോവിനോ അല്ലെങ്കിൽ പെപ്പെ ആണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിൽ വളരെ നന്നായിരുന്നു ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരുന്നു. പിന്നെ യൂട്യൂബ് ബ്ലോഗർ അർജു ഉണ്ട്. അർജു നല്ലൊരു കുറച്ച് ഫൺ എലമെന്റ്സ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ആ കൂട്ടുകാരിൽ എല്ലാവരും അത്യാവശ്യം ഡീസന്റ് ആയിരുന്നു. അസ്കറയിൽ ഡീസന്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായി. പിന്നെ ആദ്യം പറഞ്ഞ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലനാണ്. പിന്നെ വിഷ്വൽസ് ഈ ഒരു പഴഞ്ചൻ രീതിയിൽ എടുത്തു വെച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എഡിറ്റിംഗ് ആണെങ്കിലും ഈ വലിച്ചു വാരിയിട്ട പടത്തിനെ മെനയാക്കാൻ സാധിച്ചിട്ടില്ല എന്നും എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു. എനിക്ക് ഏതായാലും ഈ സിനിമ ഒട്ടും വർക്കൗട്ട് ആയേ ഇല്ല. ഞാൻ ഈ പടം മറന്ന ഒരു പട്ടി തന്നെയാണ്. പക്ഷെ ഇത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾ തന്നെ പോയി ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് കാണുക. അതിന് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമന്റിൽ ഇടുക.